നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വ്യാഴമാറ്റ കാലഘട്ടം 5-ാം ഭാവത്തിലേക്കാണ് വ്യാഴൻ മാറുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു നല്ല തുറന്ന നിലപാടുകളിലേക്ക് നമുക്ക് വരാൻ തീർച്ചയായിട്ടും കഴിയും. അതുപോലെ മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ സർവീസ് സെക്ടറുകളിലൊക്കെയുള്ള ബിസിനസ്സുകാർ, സർക്കാർ സർവീസുകാർ, സർവീസ് സെക്ടറുകളിൽ ഉയർന്ന നിലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു സമയ കാലഘട്ടം ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം നമുക്ക് പൂർണ്ണമായിട്ടും ഉപകാരപ്രദമാവുകയാണ്. അതുപോലെ തന്നെ പലവിധ ടെസ്റ്റുകളിലുമൊക്കെ വിജയിക്കപ്പെടും. ഈ നക്ഷത്രക്കാരെഴുതുന്ന ടെസ്റ്റുകളിലൊക്കെ കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകും. റാങ്കിങ്ങിലൊക്കെ എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ ടെസ്റ്റുകളിലൊക്കെ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കബളിപ്പിക്കപ്പെടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മളെ പറ്റിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2, നമ്മൾ വയലൻ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേഷ്യപ്പെട്ട്, അതായത് നമ്മുടെ ബാക്കി സാഹചര്യങ്ങളെല്ലാം ശരിയായി ഈശ്വരാധീനം ഭംഗിയായി വർദ്ധിച്ചു വരികയും ബുദ്ധി സാമർഥ്യം നമുക്ക് അതിൻ്റേതായുള്ളൊരു കഴിവിൻ്റെ പരമാവധിയിലെത്തി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പോലെ ചില വളരെ നിസ്സാരമായി ചില കാര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയോ ചിന്തിക്കാതെ പെട്ടെന്ന് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് ചില സമയങ്ങളിൽ ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ളവരോടുമായിട്ടുള്ള ഇടപാടുകളിലും നമ്മൾ ചിന്തിക്കാതെ മറുപടികൾ പറയാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള വരവുകളിൽ ചില മന്ദതയുണ്ടാകാമെങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ആ മന്ദതയ്ക്ക് നമുക്ക് കാരണമായിട്ട് വരുന്നത്. വിദേശ യാത്രകൾ, ദൂരദേശ സന്തോഷപ്രദമായ വിനോദയാത്രകൾ, ദേവാലയങ്ങൾ തേടിയുള്ള യാത്രകൾ, അത്തരത്തിലുള്ള ഒരുപാട് യാത്രകളൊക്കെ നമുക്ക് സുഖകരമായി ആശ്വാസകരമായി ഇടപഴകുവാനും ചെയ്യുവാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ള ഒരു കഴിവ്, ഒരവസരം നമുക്ക് ഈ ഒരു സമയ കാലഘട്ടത്തിൽ നൽകും. അതുപോലെ പ്രൊമോഷനൊക്കെ ആയിട്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കോ മറ്റ് കൺട്രികളിലേക്കോ ഉള്ള ജോബുകൾ പഠിക്കാനുള്ള യാത്രകൾ, അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ ഒരു അവസരം ലഭിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ്. നമ്മൾ ഈ ഒരു വർഷ കാലഘട്ടം കൂടുതലായി നമ്മളതിനെ ഉപയോഗിച്ച് വിജയിപ്പിച്ചെടുക്കാൻ പരിശ്രമിക്കുക.